കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിന്റെ ഡെറിവേഷൻ ചെയ്യാൻ പോവാണ്. രണ്ടെണ്ണം ഇന്ന് ഞാൻ, രണ്ടെണ്ണം നാളെ ചെയ്യാൻ, നാളെ കൊണ്ട് ചാപ്റ്റർ തീരും. അപ്പം നോക്കിക്കോളൂ, നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ടത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് പറഞ്ഞായിരുന്നു. എന്താ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ? നമ്മളിപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പം വാട്ടറിന്റെ നോർമൽ ബോയിലിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ വാട്ടറിനകത്തോട്ട് നമ്മൾ ഉപ്പിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ടെമ്പറേച്ചർ, ബോയിലിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 100ൽ മുകളിലാവും. അതായത് 101, 102, 103, 104, അത് നമ്മുടെ സൊല്യൂട്ട് ഇടുന്ന പോലെ. ഓക്കെ, അപ്പൊ അവിടെ എന്താ സംഭവിച്ചത്? സൊല്യൂട്ട് ഇട്ടതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ഒരു പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്തു എങ്കിൽ ആ പ്രോപ്പർട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഇവിടെ എന്താണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയത്? എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. ആ ബോയിലിംഗ് പോയിന്റ് കൂടി എന്നുള്ളതാണ് അവിടുത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഇനിയും നമ്മളൊരു ഒരു വോളറ്റൈൽ ആയിട്ടൊരു സോൾവെന്റ്, അതായത് വാട്ടറിനകത്തോട്ട് ഉപ്പിടുന്ന സമയത്ത് ആ വാട്ടറിന് പ്യൂർ ആയിട്ടിരിക്കുമ്പോൾ ഒരു വേപ്പർ പ്രഷർ കാണും. ഈ ഉപ്പിട്ട് കഴിയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ അതിന്റെ വേപ്പർ പ്രഷർ എന്ത് ചെയ്യും? അതിന്റെ വേപ്പർ പ്രഷർ കുറയും. അത് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയാം. അതുമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്നും പറയാം. അതുമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റീവ് ലോവറിംഗ്. അപ്പൊ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിനെ പറ്റിയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, മൂന്നാമത് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. അത് നമ്മൾ പറഞ്ഞായിരുന്നു, തണുപ്പുള്ള രാജ്യങ്ങളിൽ ഐസിലോട്ട് ഉപ്പിടുന്ന സമയത്ത് അതിന്റെ ഫ്രീസിംഗ് പോയിന്റ് കുറയും. 0 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളത് ഒരു -50 ഒക്കെ ആവും. അതും ഈ പറഞ്ഞ പോലെ തന്നെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി പിന്നെ ഓസ്മോട്ടിക് പ്രഷർ, അങ്ങനെ 4 എണ്ണമാണ് നമ്മുടെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. അപ്പം നമ്മൾ ഒരു കാര്യം ചിന്തിക്കേണ്ടത്, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ ആ സൊല്യൂഷൻ ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിയിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. അപ്പൊ അവിടെ സൊല്യൂട്ട് ആണ് അതിന്റെ കാരണക്കാരൻ. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇത് വെച്ചിട്ട് 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ ഡെറിവേഷനും അതിന്റെ ന്യൂമറിക്കൽ പോയിന്റ് ഓഫ് വ്യൂയിലുള്ള ഇക്വേഷനും നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോവാണ്. അപ്പം ആദ്യം നിങ്ങൾ എഴുതിക്കോ, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എഴുതുക. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ഓക്കെ, എന്താ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. നിങ്ങൾ അതിന്റെ ഡെഫിനിഷൻ നമുക്കൊന്ന് വേണമെങ്കിൽ ഒന്ന് എഴുതാം അല്ലേ? അപ്പൊ എഴുതിക്കോ, വെൻ a non-volatile solute is added to volatile solvent. Volatile solvent. Vapor pressure of vapor pressure of solution. Vapor pressure of solution decreases. Vapor pressure of solution decreases than that of pure solvent. Of pure solvent. This is known as relative lowering of vapor pressure. Relative lowering of vapor pressure. ഏതെങ്കിലും ഒരു നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ടിനെ വോളറ്റൈൽ സോൾവെന്റിനകത്ത് ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന പ്രഷറിന്റെ കുറവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലോവറിംഗ് ഓഫ് വേപ്പർ അല്ലെ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയാം. ഓക്കെ ആണല്ലോ? ഇതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നേരത്തെ പഠിപ്പിച്ചാണ്. എന്താണ് വേപ്പർ പ്രഷർ? വേപ്പർ പ്രഷർ എന്ന് പറയുമ്പോൾ ഒരു സബ്സ്റ്റൻസ് എടുത്തിട്ട് അതിനെ ചൂടാക്കുന്ന സമയത്ത് നമ്മളിപ്പം ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു വോളറ്റൈൽ സോൾവെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എ മോളിക്യൂൾസ് മാത്രമേ കാണത്തുള്ളൂ.
ഇതൊരു വോളറ്റൈൽ ആയിട്ടുള്ള സോൾവെന്റ് ആണ്. അപ്പൊ ഇത് ചൂടാക്കുന്ന സമയത്ത് ഇത് ആവിയാവും. ആവിയാകുന്ന സമയത്ത് ആ ആവി ഈ അടപ്പെ പോയി തട്ടിയിട്ട് തിരിച്ച് ഈ വെള്ളത്തിന്റെ സർഫസിൽ കൊടുക്കുന്ന പ്രഷറിനെയാണ് വേപ്പർ പ്രഷർ എന്ന് പറയാം. അപ്പം ശരിക്കും ഈ ഭാഗത്ത്, അതായത് അടച്ചു വെക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, ഈ ഭാഗത്ത് ഉണ്ടാകുന്ന പ്രഷറിനെയാണ് വേപ്പർ പ്രഷർ എന്ന് പറയാം. ഈ വേപ്പർ ഉണ്ടാകുന്ന പ്രഷറാണ് വേപ്പർ പ്രഷർ, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പൊ ഇവിടെ ഉണ്ടാകുന്നത് പ്യുവർ സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ വേപ്പർ പ്രഷർ P0 എന്ന് എഴുതാം. ഓക്കെ, പ്ലസ് നമ്മൾ ഇതിനകത്തോട്ട് ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ടിനെ ആഡ് ചെയ്യണം. അതായത് ഇത് വെള്ളം ഇത് ഉപ്പുമായിട്ടും കരുതിയാൽ മതി. ഇത് നോൺ വോളറ്റൈൽ സൊല്യൂട്ടാണ്. അത് ബി ആയിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. സൊല്യൂട്ടിനെ പൊതുവെ എല്ലാം നമ്മൾ ബി ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കലി ഇത് നോൺ വോളറ്റൈൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് ഇവിടത്തെ പ്രഷർ എന്ന് പറയുന്നത്, അതായത് P0 ബി നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. കാരണം എന്താ, P0 ബി ഇല്ല, അവിടെ പ്രഷർ ഇല്ല, പ്രഷർ 0 ആണ്. ശരിയല്ലേ? ഇത് തമ്മിൽ മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് എ ബി എന്ന് പറയുന്ന സൊല്യൂഷൻ ഉണ്ടാകുന്നത്. ഇത് എ ബി എന്ന് പറയുന്ന മോളിക്യൂൾസ് ഉള്ള സൊല്യൂഷൻ ഉണ്ടാകുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇവിടത്തെ പ്രഷർ എന്തായിരിക്കും? അവിടുത്തെ പ്രഷർ എന്ന് പറയുമ്പോൾ പി എ പ്ലസ് പി ബി ആയിരിക്കും നമുക്കറിയാം. ഇവിടെ പി ബി എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് തന്നെ നമുക്ക് പി ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എക്ക് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കുന്നത് വൈഷ്ണവി ഇവിടെ ഉണ്ടോ? വൈഷ്ണവി എന്ന് പറയുമ്പോൾ വൈഷ്ണവി ഇവിടെ ഉണ്ടോ? കേൾക്കാമോ? വൈഷ്ണവിക്ക് കേൾക്കാമോ? ദേവനന്ദ ഉണ്ടോ? ദേവനന്ദ ഉണ്ടോ? കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കത്തില്ലേ? നന്ദിത ഉണ്ടോ ഇവിടെ? നന്ദിത ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. പിന്നെ അശ്വിൻ കേൾക്കാമോ? അശ്വിനെ കുമാർ കേൾക്കാമോ? കേൾക്കാം സർ. ഓക്കെ, ബാക്കി എല്ലാരും എന്താ റെസ്പോണ്ട് ചെയ്തേ? നന്ദിത ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. നന്ദിത. വൈഷ്ണവി ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. വൈഷ്ണവി. ദേവനന്ദ. ഷാരോൺ ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? ഷാരോൺ കേൾക്കാമോ? കേൾക്കാം സർ. ഓക്കെ, ഹന്ന, പാർത്ഥിപിനൊക്കെ കേൾക്കാമോ? യെസ് സർ. ഓക്കെ, അനീറ്റയ്ക്കും എൽവിനയ്ക്കും ക്രിസ്റ്റയ്ക്കും ഒക്കെ കേൾക്കാമോ? യെസ് സർ. ഓക്കെ, ബാക്കി എന്താ ഇവർക്ക് കേൾക്കാത്തെ? നന്ദിത എന്താ പറ്റി, കേൾക്കുന്നില്ലേ? എനിക്ക് എന്തായാലും കേൾക്കാൻ പറ്റുന്നില്ല. എന്തായാലും നോക്കാം. എന്തായാലും നോക്കിയോ, ഞാൻ ഇപ്പം നന്ദിത പറയുന്നത് കേൾക്കുന്നില്ല കേട്ടോ. എന്തോ പറയുന്നുണ്ടതായിട്ട് അറിയാൻ കഴിയുന്നുണ്ട്, പക്ഷെ കേൾക്കുന്നില്ല. എനിവേ കുഴപ്പമില്ല. അശ്വിനെ കുമാർ എന്ന് പറഞ്ഞേ. അശ്വിൻ കുമാർ എന്ന് പറഞ്ഞേ. അശ്വിനെ, ഇവിടെ ഈ പ്യുവർ വോളറ്റൈൽ സോൾവെന്റിന്റെ പ്രഷർ ആയിരിക്കുമോ കൂടുതൽ, അതോ ഈ പി ടോട്ടൽ ആയിരിക്കുമോ കൂടുതൽ? അശ്വിൻ പറഞ്ഞേ. പി നോട്ടയാണോ കൂടുതൽ, അതോ പി ടോട്ടൽ ആയിരിക്കുമോ കൂടുതൽ? പി ടോട്ടൽ. അതെന്തുകൊണ്ടാ അങ്ങനെ വന്നേ? നമ്മളിപ്പോ എന്തോ പറഞ്ഞത്? നമ്മൾ പറഞ്ഞത് ഒരു വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സോൾവെന്റിനകത്തോട്ട് നോൺ വോളറ്റൈൽ സബ്സ്റ്റൻസ് ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വേപ്പർ പ്രഷർ കുറയുമെന്നാ പറഞ്ഞത്. അതിനർത്ഥം ഇവിടെ എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഈ സൊല്യൂഷനകത്ത് എ മാത്രമേ ഉള്ളൂ എന്താ വേപ്പർ ആവാൻ കഴിവുള്ളത്, ബിക്ക് വേപ്പർ ആവാൻ കഴിയില്ല. ഇപ്പൊ ഈ സർഫസിൽ ബി മോളിക്കൂൾ ഇങ്ങനെ വന്നു കിടന്നു കഴിഞ്ഞാൽ താഴെയുള്ള എ മോളിക്കൂൾ ഇവാപറേറ്റ് ചെയ്ത് പോകുന്നതിനെ ആ ബി മോളിക്കൂൾ തടയും. അപ്പം പ്യുവർ സ്റ്റേറ്റിലാകുമ്പോൾ, ഇപ്പൊ പ്യുവർ സ്റ്റേറ്റ് ഓഫ് എ എടുത്തു കഴിഞ്ഞാൽ പ്യുവർ സ്റ്റേറ്റിലാകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ല. അവിടെ പ്യുവർ സ്റ്റേറ്റിലെ ഇത് എടുക്കുന്ന സമയത്ത് അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഇല്ല. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, പ്യുവർ സ്റ്റേറ്റിൽ അവിടെ എല്ലാ എ മോളിക്യൂൾസ് എന്താ വേപ്പർ ആവാൻ കഴിവുള്ളവരാണ്. അതുകൊണ്ട് തന്നെ പ്യുവർ സ്റ്റേറ്റിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ അതിങ്ങനെ ആവിയായി പോകും. അപ്പം ഇവിടത്തെ പ്രഷർ വളരെ കൂടുതലായിരിക്കും. എന്നാൽ മിക്സ് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പ്രഷർ എന്താ, മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പ്രഷർ വളരെ കുറവായിരിക്കും. കാരണം എന്താണ്, അവിടെ നോൺ വോളറ്റൈൽ സൊല്യൂട്ടും കൂടെ ഉണ്ട്. ആണോ അശ്വിനെ? ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇങ്ങനെയല്ലേ എഴുതാൻ പറ്റത്തുള്ളൂ. അതായത് പി നോട്ട് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ പി ടോട്ടൽ ആയിരിക്കും. അതായത് പി ടോട്ടൽ എന്ന് പറയുമ്പോൾ അവിടെ പി എക്ക് തുല്യമായതുകൊണ്ട് തന്നെ P
പി നോട്ട് ഗ്രേറ്റർ ദാൻ പി എ ആയിരിക്കും. മനസ്സിലാത്തവരുണ്ടോ ചോദിക്കണം. അതായത് നമ്മൾ പറഞ്ഞ എന്താ, നമ്മളൊരു വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂഷൻ, പ്യുവർ അല്ല സോൾവെന്റ്, അതിന് എന്തായാലും അത് വോളറ്റൈൽ ആയതുകൊണ്ട് ആവിയാവും, അതിനൊരു പ്രഷർ ഉണ്ട് പി നോട്ട് എന്ന് എടുത്തു, അത് പ്യുവർ സ്റ്റേറ്റിലാണ്. എന്നാൽ അതിനകത്തോട്ട് ഞാൻ കുറച്ച് എന്ത് ആഡ് ചെയ്തു, നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ട് ആഡ് ചെയ്തപ്പോൾ അവിടെ എന്ത് പറ്റി, അതിന്റെ വേപ്പർ പ്രഷർ, ആ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ കുറഞ്ഞു. ഏതിനെക്കാട്ടിലും, ആ പ്യുവർ സോൾവെന്റിനെക്കാട്ടിലും. അതിനെപ്പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒബ്വിയസ്ലി അവിടെ ഉണ്ടാകുന്ന പ്രഷറാണ് പി ടോട്ടൽ, അതായത് പി എ. ആ പി എനെക്കാട്ടിലും കൂടുതലായിരിക്കും ഈ പ്യുവർ സ്റ്റേറ്റിലുള്ള സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ, അതായത് പി നോട്ട്. അപ്പൊ നമുക്ക് ഇവിടെ കൂടുതൽ, ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ 2 ATM ആണ് ഇവിടുത്തെ പ്രഷർ എന്ന് വിചാരിച്ചു. ഇവിടെ അത് വന്നപ്പോൾ 1 ATM ആയി. അപ്പം എങ്ങനെയാണ്, എത്ര കുറഞ്ഞു എന്ന് എങ്ങനെ കണ്ടുപിടിക്കും? 2 - 1 എന്നല്ലേ കണ്ടുപിടിക്കുക. അപ്പൊ 1 പ്രഷറാണ് കുറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാവും ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ വൈസ് എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുന്നത്? ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എങ്ങനെ കണ്ടുപിടിക്കും? ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഞാൻ VP ഇടുവാണേ. നമുക്ക് എന്തെന്ന് എഴുതാം? കൂടിയത് ഇവിടെ ഏതാ? പി നോട്ട് എ ആണ്. മൈനസ് കുറഞ്ഞത് ഏതാ? പി എ ആണ്. അപ്പം പി നോട്ട് എ മൈനസ് പി എ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ കിട്ടും. നമുക്ക് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ അല്ല വേണ്ടത്, നമുക്ക് വേണ്ടത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആണ് നമുക്ക് വേണ്ടത്. വേപ്പർ പ്രഷർ ആണ് നമുക്ക് വേണ്ടത്. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? നമ്മൾ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കഴിഞ്ഞ ദിവസം പഠിച്ചായിരുന്നു. എന്താ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 2 വിത്ത് റെസ്പെക്ട് ടു മീഡിയം 1 എന്നുള്ളതാണ് ഇല്ലേ? അപ്പം നമുക്ക് എന്തേലും ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിലേറ്റ് ചെയ്ത് പറയുന്നതിനെയാണ് നമ്മൾ എന്താണ്? റിലേറ്റീവ്. ഇപ്പം റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണെങ്കിൽ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആണെങ്കിൽ അങ്ങനെ. അപ്പം ഇത് എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്യുന്നതെന്ന് അറിയാമോ? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഈസ് ഈക്വൽ ടു അതിന്റെ ഇക്വേഷൻ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഡിവൈഡഡ് ബൈ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സോൾവെന്റ്. പ്യുവർ സോൾവെന്റ്, അതായത് പ്യുവർ സോൾവെന്റിന്റെ വേപ്പർ പ്രഷറുമായിട്ട് നമ്മൾ എന്താണ് കമ്പയർ ചെയ്യുന്നത്? ആ വേപ്പർ പ്രഷറിന്റെ കുറവായ, ഇപ്പൊ ഇവിടെ 1 ആണ് ഉണ്ടായത്, പ്യുവർ സോൾവെന്റ് 2 ആണ്, അപ്പൊ 1/2. ആ റേഷ്യോ ആയിട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ റിലേറ്റീവ് എന്ന് പറയാം. എന്തേലും ക്വാണ്ടിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് ഇക്വേഷൻ വൈസ് എഴുതുവാണെങ്കിൽ എങ്ങനെ എഴുതും? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, അതിനെ ഞാൻ RLVP എന്ന് എഴുതുകയാണ്. ഈസ് ഈക്വൽ ടു ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ പി നോട്ട് എ മൈനസ് പി എ ആണ്, ഡിവൈഡ് ബൈ എന്ത് കിട്ടും? പി നോട്ട് എ കിട്ടും. ഇതാണ് നമ്മുടെ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിന്റെ ഇക്വേഷൻ. നിങ്ങൾ മനസ്സിലാക്കിക്കോണം. നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഒരു സോൾവെന്റ് എടുക്കുന്നു, അത് വോളറ്റൈൽ ആണ്, അത് ആവിയാവും, ഉറപ്പായിട്ടും അതിനൊരു പ്രഷർ കാണും. പ്യുവർ സ്റ്റേറ്റിലായതുകൊണ്ട് അതിന്റെ വേപ്പർ പ്രഷറിനെ പി നോട്ട് എന്ന് എടുത്തു. അതിനകത്തോട്ട് എന്നിട്ട് ഞാൻ അത് അളന്നപ്പോൾ എനിക്ക് 2 ATM കിട്ടി. ഞാൻ അതിനകത്തോട്ട് കുറച്ച് എന്താ ഒഴിച്ചു? അതായത് കുറച്ച് ഉപ്പിട്ടു, വെള്ളത്തിനകത്ത് കുറച്ച് ഉപ്പിട്ടു. ഉപ്പ് നോൺ വോളറ്റൈല. അപ്പൊ ഉപ്പിടുന്ന സമയത്ത് നിങ്ങൾ അതിന്റെ വേപ്പർ പ്രഷർ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ 2 ATM ആയിരുന്ന സാധനം 1 ATM ആയിട്ട് കുറഞ്ഞു. എത്ര കുറഞ്ഞു? 1 കുറഞ്ഞാണ് 1 ATM ആയത്. ഓക്കെ, അത് എന്തുകൊണ്ട് അങ്ങനെ ആയി? നമുക്കറിയാം, ഇപ്പൊ ആ സൊല്യൂഷനകത്ത് A മോളിക്കൂളും ഉണ്ട്, B മോളിക്കൂളും ഉണ്ട്. B ആവിയായി പോകാത്ത മോളിക്കൂളാണ്, A എന്ന് പറയുന്നാൽ ആവിയാവുന്ന മോളിക്കൂളാണ് ഇല്ലയോ? അപ്പം ഇപ്പൊ മോളിലൊക്കെ B മോളിക്കൂൾ കിടക്കുവാണെങ്കിൽ താഴെയുള്ള A മോളിക്കൂൾ ആവിയായി പോകുന്നതിനെ എന്ത് ചെയ്യും? അത് തടയും എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ തടഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വേപ്പർ പ്രഷർ കുറയും. അപ്പൊ A മാത്രമേ അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യത്തുള്ളൂ എന്നാണ്. അപ്പൊ അവിടുത്തെ വേപ്പർ പ്രഷർ കുറയും. അപ്പം എത്ര കുറഞ്ഞു എന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ആദ്യം ഉണ്ടായിരുന്നത് മൈനസ് ഇപ്പോൾ ഉള്ളത് ഇല്ലേ? ആദ്യം ഉണ്ടായിരുന്നത് പി നോട്ട് എ ആയിരുന്നു, ഇപ്പോൾ ഉള്ളത് പി എ ആണ്. അപ്പൊ പി നോട്ട് എ മൈനസ് പി എ ചെയ്തപ്പോൾ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ കിട്ടി. നമുക്ക് വേണ്ടത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റിയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ പറയുന്നത്. അത് ഏത് ക്വാണ്ടിറ്റിയാണ്? ആ പ്യുവർ സോൾവെന്റിന്റെ വേപ്പർ പ്രഷറുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. അപ്പൊ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിന്റെ ഇക്വേഷൻ എന്താ? ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഡിവൈഡഡ് ബൈ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സോൾവെന്റ്. അങ്ങനെ വന്നപ്പോൾ RLVP P നോട്ട് എ മൈനസ് പി എ ഡിവൈഡഡ് ബൈ പി നോട്ട് എന്ന് വന്നു. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാമെന്ന് അറിയോ? ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്? വേപ്പർ പ്രഷർ കുറഞ്ഞത് എന്തുകൊണ്ടാ? നമ്മൾ സൊല്യൂട്ട് ആഡ് ചെയ്തത് കൊണ്ട് അല്ലേ? അപ്പൊ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രോപ്പർട്ടിയുടെ വ്യത്യാസം, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന വ്യത്യാസം വരുന്ന പ്രോപ്പർട്ടിനെയാണ് നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ശരിയല്ലേ? അതിനെയാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുക. അപ്പൊ അത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണെന്ന് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് പ്രൂവ് ചെയ്യണം. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഒരു ആരോ പോലെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എഴുതണം. prove that relative lowering of vapor pressure is a colligative property. Colligative property എഴുതുക. അപ്പം ഓർ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ എഴുതാം. എന്താണെന്ന് അറിയാമോ?
how relative lowering of vapor pressure is affected by amount of solute or mole fraction of solute of solute. അതായത് നമുക്കറിയാലോ സൊല്യൂട്ട് കൂടുതൽ ആഡ് ചെയ്യുന്ന സമയത്ത് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഉണ്ടാകുന്ന വ്യത്യാസം കൂടും. അപ്പം അത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണെന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ എന്തുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റണം? ആ സൊല്യൂട്ടിന്റെ മോൾ ഫ്രാക്ഷനുമായിട്ടോ അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് സൊല്യൂട്ടുമായിട്ടോ ഒക്കെ നമുക്ക് ബന്ധപ്പെടുത്തിയ ഒരു ഇക്വേഷൻ നമ്മൾ പ്രൂവ് ചെയ്താൽ മതി. അതിനുവേണ്ടി ഞാൻ ചെയ്യാൻ പോകുന്നത് നോക്കിക്കോളൂ. നമുക്കറിയാവുന്നത് പി ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് പി എ പ്ലസ് പി ബി ആണല്ലോ. പി ബി എന്ന് പറയുന്നത് ഇവിടെ 0 ആയതുകൊണ്ട് തന്നെ പി ടോട്ടൽ ഈസ് ഈക്വൽ ടു പി എ എന്ന് എഴുതാം. അങ്ങനെ പി എ എന്ന് എഴുതുവാണെങ്കിൽ പി എനെ നമുക്കറിയാം പി നോട്ട് കൈ എന്ന് എഴുതാൻ നമ്മൾ പഠിപ്പിച്ചിരുന്നു ഇല്ലേ? ഇനി നമ്മൾ അത് വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇപ്പൊ കിട്ടിയിരിക്കുന്നത് പി എ ഈസ് ഈക്വൽ ടു എന്താ പി നോട്ട് കൈ എ ആണല്ലോ. നമ്മൾ ഒരു ഡെറിവേഷൻ അല്ല ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. കൈ എ പ്ലസ് കൈ ബി എന്ന് പറയുന്നത് 1 ആണ്. അവിടെ നമുക്ക് കൈ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മൈനസ് കൈ ബി എന്ന് എഴുതാൻ പറ്റും അല്ലേ? അപ്പം അതിനെ ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ഇവിടോട്ട് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പി എ ഈസ് ഈക്വൽ ടു പി നോട്ട് എ ഇൻറ്റു 1 മൈനസ് കൈ ബി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ ആണല്ലോ. അങ്ങനെയാണ് ഇതിനെ ഞാൻ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പി എ ഈസ് ഈക്വൽ ടു പി നോട്ട് എ മൈനസ് പി നോട്ട് എ കൈ ബി എന്ന് വരും. ഓക്കെ ആണല്ലോ. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാന്നറിയോ? ഈ മൈനസ് പി നോട്ട് എ കൈ ബിനെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയും പി എനെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയും ചെയ്യാൻ പോവാം. ഓക്കെ ആണല്ലോ. അതാണ് ഞാൻ ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ പി നോട്ട് ബി കൈ ബി എന്ന് എഴുതി ഈസിക്കൽ ടു എന്താ പി നോട്ട് എ മൈനസ് പി എന്ന് എഴുതാൻ പോവാ. ഓക്കെ. ഇനി ഞാൻ ഇവിടുന്ന് കൈ ബി കണ്ടുപിടിക്കാൻ പോവാ. അങ്ങനെ കൈ ബി കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരും? കൈ ബി ഈസിക്കൽ ടു പി നോട്ട് എ മൈനസ് പി എ ഡിവൈഡഡ് ബൈ എന്തെന്ന് വരും? അയ്യോ ഇവിടെ ഇത് പി നോട്ട് എ അല്ലേ? ഇത് പി നോട്ട് എ ആണ്. ഇവിടെ പി നോട്ട് എ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? താഴെ എന്ത് ചെയ്യാം? പി നോട്ട് എ മൈനസ് പി എ ഡിവൈഡ് ബൈ എന്തെന്ന് വരും? പി നോട്ട് എ വരും. ശരിക്കും നിങ്ങൾ നേരത്തെ ഇതെന്തായിരുന്നു? ഈ പി നോട്ട് എ മൈനസ് പി എ ഡിവൈഡ് ബൈ പി നോട്ട് എ എന്തായിരുന്നു? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ അല്ലേ? അപ്പൊ നമുക്ക് മനസ്സിലായി ആ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്തിനെ ഡിപെൻഡ് ചെയ്യുന്നു? ഈ ബി എന്ന് പറയുന്ന സൊല്യൂട്ടിന്റെ മോൾ ഫ്രാക്ഷനെ നമ്മൾ പറഞ്ഞായിരുന്നു. നമ്മൾ സൊല്യൂഷനകത്ത് കോൺസെൻട്രേഷനെ പറയാൻ വേണ്ടി മൂന്നല്ല 5 എണ്ണത്തിനെ ഉപയോഗിക്കും. അതിൽ 3 എണ്ണത്തിൽ ഒരെണ്ണമാണ് മോൾ ഫ്രാക്ഷൻ, 2 മൊളാലിറ്റി, 3 മൊളാലിറ്റി. അപ്പം നമുക്കറിയാം കോൺസെൻട്രേഷൻ ബിയുടെ കോൺസെൻട്രേഷൻ മാറുന്നതിനനുസരിച്ച് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഉണ്ടാവും എന്നുള്ളതാണ് ഈ ഇക്വേഷൻ തെളിയിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഫൈനലൈസ് ചെയ്യാം എന്താണ് അവിടുത്തെ വേപ്പർ പ്രഷർ, എന്താണ് അവിടുത്തെ മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് മാറുന്നതിനനുസരിച്ച് അവിടെ വേപ്പർ പ്രഷറിന് വ്യത്യാസം ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്ക് കൺഫേം ചെയ്യാം. ഇത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത്രയും പറഞ്ഞതിനകത്ത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ നമുക്ക് ഇപ്പൊ മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് ഈസ് ഈക്വൽ ടു റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എത്ര മോളാർ മാസ് സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ എത്ര വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോഴാണ് ഈ വേപ്പർ പ്രഷറിന് ലോവറിംഗ് ഉണ്ടാകുന്നത് എന്നുള്ളതും കൂടെ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ആണ് പരീക്ഷയ്ക്ക് ന്യൂമറിക്കലിന് ചോദിക്കുന്നത്. അതും കൂടെ ഡിറൈവ് ചെയ്യണം. ഓക്കെ ആണല്ലോ. അതിനുവേണ്ടി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ? നോക്കിക്കോളൂ. വി ഹാവ്, ഞാൻ ബാക്കി ഇവിടെ എഴുതാൻ പോവാണ്. നമുക്കറിയാം പി നോട്ട് എ മൈനസ് പി എ ഡിവൈഡഡ് ബൈ പി നോട്ട് എ എന്ന് പറയുന്നത് കൈ ബി ആണെന്ന് നമ്മൾ തെളിയിച്ചു. നമ്മൾ പണ്ട് പഠിച്ചായിരുന്നു കൈ ബി എന്ന് പറഞ്ഞാൽ എന്താ? മോൾ ഫ്രാക്ഷൻ ഓഫ് ബി. മോൾ ഫ്രാക്ഷൻ ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ ആണല്ലോ. അത് ഞാൻ തന്നെ ഇവിടോട്ട് കൊണ്ട് കൊടുക്കാൻ പോവാണ്. ഓക്കെ. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം? പി നോട്ട് എ മൈനസ് പി എ ഡിവൈഡഡ് ബൈ പി നോട്ട് എ വിച്ച് വിൽ ബി ഈക്വൽ ടു എൻ ബി ഡിവൈഡഡ് ബൈ എൻ എ പ്ലസ് എൻ ബി. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇനി ഒരു കണ്ടീഷൻ കൊടുക്കാൻ പോവാണ്. ഈ എൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. എൻ എ എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റ്. നമുക്കറിയാം നമ്മളിപ്പോ ഒരു അണ്ടാവിനകത്ത് നിറച്ച് നാരങ്ങ വെള്ളം ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഒരു കല്യാണമാണെന്ന് വിചാരിക്കുക. ഒരു വലിയൊരു ചെമ്പിനകത്ത് നമ്മൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്ന സമയത്ത്
ഫുൾ വെള്ളമാണ് അതിനകത്ത് ഒഴിച്ചിരിക്കുന്നത്, പിന്നെ പഞ്ചസാര നാരങ്ങ എല്ലാം ഒഴിച്ചിരിക്കുകയാണ്. അപ്പൊ വെള്ളത്തിന്റെ ക്വാണ്ടിറ്റിയെ വെച്ച് നോക്കുന്ന സമയത്ത് അതിനകത്ത് ഇട്ടിരിക്കുന്ന പഞ്ചസാരയുടെയോ അല്ലെങ്കിൽ ഉപ്പിന്റെയോ അളവ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ കുറവായിരിക്കും. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം, ഒരു സൊല്യൂഷൻ 100% സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു 100 ലിറ്റർ നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്ന വലിയ ഒരു കല്യാണമാണെന്ന് വിചാരിക്കാം. 100 ലിറ്റർ നാരങ്ങ വെള്ളത്തിനകത്ത് നമ്മൾ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഒരു എന്താണ് ഒരു 20 കിലോ പഞ്ചസാര ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ആഡ് ചെയ്യുന്നത്. അപ്പൊ 100 ലിറ്ററിനെ വെച്ച് നോക്കുമ്പോൾ 20 കിലോ അല്ലെ 10 കിലോ എന്ന് പറയുന്നത് വളരെ നെഗ്ലിജിബിൾ എമൗണ്ട്. ഇപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം, ഒരു 5 മോളാണ് നമ്മുടെ ആ നാരങ്ങ വെള്ളത്തിനകത്തുള്ള പഞ്ചസാര എന്ന് വിചാരിക്കുക. അപ്പം ഡിനോമിനേറ്റർ തിരിച്ച് റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1/5. അപ്പൊ 5 തന്നെ വളരെ 5ഉം 100ഉം വെച്ച് നോക്കുവാണെങ്കിൽ 5 വളരെ ചെറുതാണ്. അപ്പൊ 1/5 ആവുമ്പോഴോ 1/5 ആവുമ്പോൾ വീണ്ടും ചെറുതാവുക ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ഡിനോമിനേറ്ററിൽ കണ്ടോ ഒരു NB വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഡിനോമിനേറ്ററിൽ നമ്പർ ഓഫ് മോൾസ് വരുന്ന സമയത്ത് അത് വീണ്ടും ചെറുതാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ കണ്ടീഷൻ എഴുതേണ്ടത് ഇതാണ്, എന്താണ്, NA വെരി 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 ഗ്രേറ്റർ ദാൻ NB. സോ എന്താന്ന് എഴുതാം, NB ഇൻ ഡിനോമിനേറ്റർ. ഡിനോമിനേറ്റർ എന്താണ്, ഡിനോമിനേറ്റർ ക്യാൻ ബി എന്താ, ക്യാൻ ബി എന്താണ്, നെഗ്ലക്റ്റഡ് ആണ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താന്ന് എഴുതാം, സിംപ്ലി P0A മൈനസ് PA ഡിവൈഡഡ് ബൈ P0A വിൽ ബി ഈസ് ഈക്വൽ ടു NB ഡിവൈഡഡ് ബൈ NA എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ? അതായത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റ്. ഇനി നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ നമ്മൾ പഠിപ്പിച്ചായിരുന്നു, എന്താ, N ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് എന്നായിരുന്നു പണ്ട് പഠിപ്പിച്ചത്. ഈ തവണ പഠിപ്പിച്ചോ എന്ന് ഞാൻ ഓർക്കുന്നില്ല, എന്നാലും പണ്ട് നിങ്ങൾ പഠിച്ച കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾ പ്ലസ് 1 നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പം ഇവിടെ സൊല്യൂട്ടിന്റെ കണ്ടുപിടിക്കുമ്പോഴോ ഗിവൺ മാസ് അതിനെ നമുക്ക് WB എന്ന് എടുക്കണം, മോളാർ മാസ് MB എന്ന് എടുക്കണം. ഓക്കെ, ഇനിയും സോൾവെന്റിന്റെ എടുക്കുമ്പോഴോ ഗിവൺ മാസ് W എന്ന് എടുക്കണം, മോളാർ മാസ് ക്യാപിറ്റൽ M എന്ന് എടുക്കണം. അപ്പൊ ഇത് രണ്ടും ഞാൻ ഇവിടെ കൊണ്ട് കൊടുക്കാനായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറുമെന്ന് നോക്കിയേ, അതായത് P0A മൈനസ് PA ഡിവൈഡഡ് ബൈ P0A ഈസ് ഈക്വൽ ടു, മോളില് എന്താണ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആണ്. അപ്പൊ നമുക്ക് WB ഡിവൈഡഡ് ബൈ MB ഹോൾ ഡിവൈഡഡ് ബൈ WA ഡിവൈഡഡ് ബൈ MA. അതിനെ നമുക്ക് P0A മൈനസ് PA ഡിവൈഡഡ് ബൈ P0A ഈസ് ഈക്വൽ ടു WB ഡിവൈഡഡ് ബൈ MB ഇൻറ്റു MA ഡിവൈഡഡ് ബൈ WA എന്ന് എഴുതേണ്ടി വരും. ഓക്കെ, നിങ്ങൾ പഠിക്കുമ്പോൾ ഈ ഇക്വേഷൻ പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്, ഓർത്തിരിക്കാൻ. ഓക്കെ ആണല്ലോ? ഓർത്തിരിക്കാൻ നല്ലത് അതായിരിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചാല് ഈ P0A മൈനസ് PA ബൈ P0A എന്ന് പറയുമ്പോൾ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആണ് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റും. പിന്നെ ഇവിടെ WB ഡിവൈഡ് ബൈ MB ആണെന്നും അപ്പുറത്തെ ഇൻറ്റു ചെയ്യുമ്പോൾ നേരെ തിരിയും, അതായത് M മോളിപ്പോൾ സോൾവെന്റിനെ എഴുതുമ്പോൾ M മുകളിലും WA താഴെയാണെന്ന് വിചാരിച്ചാൽ മതി. പക്ഷെ നമ്മളിപ്പോൾ കണ്ടുപിടിക്കാൻ വന്ന ഏതിന്റെ ഇക്വേഷൻ ആണെന്ന് അറിയാമോ, ഈ MB ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കാൻ വന്നത്. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് ഓർത്തിരുന്നു കഴിഞ്ഞാൽ അടുത്ത രണ്ട് ഇക്വേഷനും അല്ലെങ്കിൽ അടുത്ത രണ്ട് ഡെറിവേഷന്റെയും ഇക്വേഷൻ നിങ്ങൾക്ക് ഓർത്ത് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. ഓക്കെ, ഞാൻ എല്ലാ വർഷത്തെയും പിള്ളേരോട് ഈ ഇക്വേഷൻ ബൈഹാർട്ട് ചെയ്യാനാണ് പറയുന്നത്. പക്ഷെ ഫൈനൽ ഇക്വേഷൻ ഇതാണ്. MB കണ്ടുപിടിക്കണ എന്ത് ചെയ്താൽ മതി, ഇവനെ ഇങ്ങോട്ടും കൊണ്ടുവന്നാൽ മതി. അപ്പൊ MB കണ്ടുപിടിക്കുന്ന MB ഈസ് ഈക്വൽ ടു P0A ഡിവൈഡഡ് ബൈ P0A മൈനസ് PA ഇൻറ്റു എന്താന്ന് എഴുതണം, WB ഇൻറ്റു MA ഡിവൈഡഡ് ബൈ എന്താ, W എന്ന് എഴുതും. ഇതാണ് യൂഷ്വലി ചിലപ്പം നമ്മളോട് MB കണ്ടുപിടിക്കാനായിരിക്കും പറയുന്നത്, ചിലപ്പോൾ WA കണ്ടുപിടിക്കാനായിരിക്കും പറയുന്നത്, ചിലപ്പം MA കണ്ടുപിടിക്കാനായിരിക്കും പറയുന്നത്. അപ്പം ഏത് വേണം നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാം. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഇക്വേഷൻ ഒന്ന് ബൈഹാർട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. എന്താ, നമുക്കറിയാം റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ P0A മൈനസ് PA ഡിവൈഡ് ബൈ P0A ഈസ് ഈക്വൽ ടു സൊല്യൂട്ടിന്റെ ആണ് അത് എഴുതുന്നത്. സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുമ്പോൾ എന്താണ്, WB ഡിവൈഡ് ബൈ MB ഇൻറ്റു ഇത് നേരെ റെസിപ്രോക്കൽ എടുത്ത് മോളിൽ പോകുമ്പോൾ അത് നേരെ തിരിയും, അതായത് MA ഡിവൈഡ് ബൈ WA എന്നാവും. അവിടെ നിങ്ങൾക്ക് MA കണ്ടുപിടിക്കാം, MB കണ്ടുപിടിക്കാം, WA കണ്ടുപിടിക്കാം, WA എന്ത് വേണേ കണ്ടുപിടിക്കാം. ഓക്കെ ആണല്ലോ? അപ്പം ഈ ഇക്വേഷൻ ഓർത്ത് വെച്ചിട്ട് ഇത് പഠിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചു, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സാർ അത് എഴുതി ഒന്ന് കാണിക്കാവോ? ആ കാണിക്കാം, ഞാൻ ചെറുതാക്കാം അപ്പൊ എല്ലാം കൂടെ കാണാം. എവിടം വരെ എഴുതിയായിരുന്നു ഒന്ന്
എവിടം വരെ എഴുതിയിരുന്നു? ഷാരോണെ പറഞ്ഞോ. ഇതൊക്കെയാണോ? അത് കഴിഞ്ഞെങ്കിൽ പറയണേ. കഴിഞ്ഞോ ഷാരോണെ? കഴിഞ്ഞായിരുന്നോ? 2 ഷാരോൺമാരും ഓക്കെ ആണോ? ഷാരോൺ ഓക്കെ. ഓക്കെ. അടുത്ത രണ്ടാമത്തെ ഇത് നമ്മൾ എഴുതി സർ. ഓക്കെ. രണ്ടാമത്തെ ഇത് നമ്മൾ എഴുതിയിരിക്കുന്നത് ആർക്കെങ്കിലും എഴുതാനുണ്ടെങ്കിൽ പറയണം കേട്ടോ. ആർക്കെങ്കിലും എഴുതി എടുക്കാനുണ്ടെങ്കിൽ പറയുക. ഓക്കെ. അപ്പൊ നമ്മൾ രണ്ടാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും കൂടെ പഠിപ്പിച്ചു തരാം. രണ്ടാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി നമ്മൾ അവിടെ എഴുതിയിരിക്കുന്നത് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ആണ്. പക്ഷെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ആണ്. കാരണം എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റിനകത്ത് ഒരു ഗ്രാഫ് ഉണ്ട്. ആ ആദ്യം എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഗ്രാഫ് പഠിപ്പിച്ചിട്ട് പിന്നെ ഡിപ്രഷൻ പഠിപ്പിച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകാൻ സാധ്യതയുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് അങ്ങ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഹെഡിങ് എഴുതാം, എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. ഹെഡിങ് എഴുതിക്കോ, എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. ഹെഡിങ് എഴുതാം, എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റിനകത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്താണ്? ബോയിലിംഗ് പോയിന്റ് എന്താണെന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം അസിയോട്രോപ്സ് പഠിപ്പിച്ചപ്പോഴേ നിങ്ങളോട് പറഞ്ഞാണ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളം തിളയ്ക്കാൻ ആവശ്യമായിട്ട്, അല്ലെ വെള്ളം എന്നല്ല ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് ആയിക്കോട്ടെ, അത് തിളയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചർ എന്നുള്ളതിനുപരിയായിട്ട് ഇനിയും പഠിക്കേണ്ടത്, നമ്മൾ ഒരു സബ്സ്റ്റൻസ് ചൂടാക്കുന്ന സമയത്ത് അതിനൊരു വേപ്പർ പ്രഷർ ഉണ്ടാവുകയും ആ വേപ്പർ പ്രഷറും സറൗണ്ടിങ് അറ്റ്മോസ്ഫിയറിന്റെ വേപ്പർ പ്രഷറും എപ്പോ ഈക്വൽ ആവുന്നോ, അല്ലെങ്കിൽ ആ ഈക്വൽ ആകാൻ എത്ര ടെമ്പറേച്ചർ കൊടുക്കണോ അതായിരിക്കും അവിടുത്തെ ബോയിലിംഗ് പോയിന്റ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, അതായത് നമ്മൾ ഹൈ ആൾട്ടിറ്റ്യൂഡിലൊക്കെ കുക്കിംഗ് വളരെ ഡിഫിക്കൽട്ട് ആകാൻ കാരണം അവിടുത്തെ പ്രഷർ വളരെ കുറവാണ്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറവാണ്. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറവാകുമ്പോൾ സാധാരണഗതിയിൽ നല്ല ടെമ്പറേച്ചർ അല്ലെങ്കിൽ നല്ല എന്താണ് ഹീറ്റ് കൊടുക്കുമ്പോൾ തിളയ്ക്കുന്നത്, കുറച്ച് ഹീറ്റ് കൊടുത്താൽ അപ്പോഴേ തിളയ്ക്കും. അതായത് വെള്ളം തന്നെ ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പം ഭൂമിയുടെ ലെവലിൽ, സീ ലെവലിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് 100 ഡിഗ്രി സെൽഷ്യസ് ആണ് വെള്ളം തിളയ്ക്കാൻ ആവശ്യമായിട്ടുള്ളത്, ഇല്ലേ? അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളം ചൂടാക്കുമ്പോൾ ആ വെള്ളത്തിന്റെ വേപ്പർ പ്രഷറും സറൗണ്ടിങ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ 180 ആണ്. അപ്പൊ ഈ വെള്ളത്തിന്റെ പ്രഷർ എന്താണ്, വേപ്പർ പ്രഷർ കൂടി കൂടി 180 ആകാൻ വേണ്ടി വെള്ളത്തിന് 100 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കേണ്ടി വരും. ഓക്കെ. എന്നാൽ ഈ സാധനം തന്നെ ഞാൻ പൊക്കി എടുത്തിട്ട് ഒരു 18,000 അടി ഹൈറ്റിൽ കൊണ്ടുവച്ചിട്ട് അവിടെ കുക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ പ്രഷർ ചിലപ്പോൾ ഒരു 0. ഞാൻ എക്സാമ്പിൾ പറയുന്നത്, കൃത്യം പ്രഷർ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 0.4 ATM ആണെന്ന് വിചാരിച്ചു. അപ്പൊ 0.4 ATM ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ 1 ATM ആയിരുന്നു, മുകളിൽ പോയപ്പോൾ 0.4 ATM ആയി. അപ്പം നേരത്തെ 100 ഡിഗ്രി സെൽഷ്യസ് വേണമായിരുന്നു അത്രയും പ്രഷർ ഈക്വലൈസ് ചെയ്യാൻ വേണ്ടി. എന്നാൽ ഇവിടെ ചിലപ്പോൾ ഒരു 40 ഡിഗ്രി സെൽഷ്യസ് മതിയാവും ഈ വെള്ളത്തിന്റെ വേപ്പർ പ്രഷറും അതേപോലെ തന്നെ അവിടെയുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈക്വൽ ആയി. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇത് 40 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴേ തിളയ്ക്കും. പക്ഷെ ഇപ്പൊ നമുക്ക് നല്ല കുക്കിംഗ് ആവശ്യമായിട്ടുള്ള ബീഫ് പോലെയുള്ള ഇറച്ചികളൊക്കെ നമ്മൾ കുക്ക് ചെയ്യാൻ പോകുമ്പോൾ 40 ഡിഗ്രി സെൽഷ്യസിൽ വെള്ളം വെട്ടി തിളയ്ക്കും. പക്ഷെ അതിനകത്തുള്ള എന്താണ് ഫുഡ് സബ്സ്റ്റൻസ് എന്താകത്തില്ല, കുക്ക് ആവത്തില്ല. അപ്പൊ എന്ത് ചെയ്യും? അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. ഓക്കെ. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്, എന്താ അതിന്റെ വേപ്പർ പ്രഷറും അറ്റ്മോസ്ഫിയറിക് പ്രഷറും ഈക്വൽ ആവുന്നത് വളരെ ചെറിയ ടെമ്പറേച്ചർ, കാരണം അറ്റ്മോസ്ഫിയറിക് പ്രഷർ വളരെ കുറവാണ്. അപ്പം വളരെ കുറച്ച് ടെമ്പറേച്ചർ കൊടുത്താൽ മതി അത് എന്താണ് ഈക്വലൈസ് ചെയ്യാൻ വേണ്ടി.
ഓക്കെ ആണല്ലോ. അപ്പം ഇവിടെ നമ്മൾ പറയുന്നത് എന്താ ചോദിച്ചാൽ നമ്മൾ അതൊക്കെ മനസ്സിലായി, അതൊക്കെ ഓക്കെ ആണ് നിങ്ങൾക്ക്. ഇവിടെ നമ്മൾ ഇപ്പം സാധാരണ നമ്മളിപ്പോ വീട്ടിലൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് അമ്മമാര് ഇപ്പൊ ബീഫൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യമേ കുറച്ച് ഉപ്പിടും, അല്ലെങ്കിൽ ചിക്കനൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഉപ്പിടും. അതിന് ടേസ്റ്റ് എന്താണ് ആ ഇറച്ചിക്കകത്തോട്ട് ഉപ്പ് കയറുന്നത് ഉപരിയായിട്ട് ശരിക്കും അത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ബീഫ് നന്നായിട്ട് കുക്കാവാൻ. അത് കുക്കാവുന്ന എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഉപ്പിടുന്ന സമയത്ത് നേരത്തെ 100 ഡിഗ്രി, അതായത് വെള്ളം ഇൻഡിവിജ്വൽ ആയിട്ട് അതായത് പ്യുവർ സ്റ്റേറ്റിൽ കിടക്കുന്ന സമയത്ത് 100 ഡിഗ്രി സെൽഷ്യസ് വേണം അത് തിളയ്ക്കാൻ. അപ്പൊ 100 ഡിഗ്രി സെൽഷ്യസിൽ തിളയ്ക്കുന്ന സമയത്ത് അത്രയും ഹീറ്റ് അത് അബ്സോർബ് ചെയ്യും. അതിനകത്ത് കിടക്കുന്ന ചിക്കനോ അല്ലെങ്കിൽ ബീഫോ ഒക്കെ അത്രയും എന്താണ് ഹീറ്റ് അതിനെ അബ്സോർബ് ചെയ്യുന്നുണ്ടാവും. എന്നാൽ ഉപ്പിടുന്ന സമയത്ത് ഇതിന്റെ ബോയിലിംഗ് പോയിന്റ് എന്നുള്ളത് 100 എന്നുള്ളത് ചിലപ്പോൾ ഒരു 110 ഡിഗ്രി സെൽഷ്യസ് ആവും. അതായത് 110 ഡിഗ്രി സെൽഷ്യസ് വരെ ആയാൽ മാത്രമേ അത് തിളയ്ക്കുള്ളൂ. ഓക്കെ, അപ്പൊ അത്രയും കൂടെ ഹീറ്റ് എന്ത് ചെയ്യുക, ആ വെള്ളം വലിച്ചെടുക്കുകയാണ്, ആ ബീഫും വലിച്ചെടുക്കുകയാണ്. അപ്പൊ നല്ല രീതിയിൽ എന്ത് ചെയ്യും, അത് കുക്കാവും. നിങ്ങൾ വീട്ടിലെ അമ്മമാരോടൊക്കെ ചോദിച്ചാൽ മതി, ഉള്ളിയൊക്കെ വഴറ്റുന്ന സമയത്ത് പെട്ടെന്ന് വഴറ്റാൻ, അതെന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും നമുക്ക് ചെയ്യാനുണ്ടെങ്കിൽ പെട്ടെന്ന് വഴറ്റാൻ വേണ്ടി നമ്മൾ ഉപ്പിടും ഉള്ളിക്കകത്ത്. അതെന്താന്ന് ചോദിച്ചാൽ അതൊന്നുമല്ല, അത് രുചി കൂടാനോ അല്ലെങ്കിൽ പെട്ടെന്ന് എന്താണ് ഉള്ളി വഴന്ന് കിട്ടാൻ വേണ്ടിയാണ്. അപ്പം എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിന്റെ ബോയിലിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കൂടുവാണ്. അപ്പൊ പെട്ടെന്ന് ചൂടാവും, പെട്ടെന്ന് കുക്കാവും. ഓക്കെ, അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ ഇതിന്റെ ബോയിലിംഗ് ടെമ്പറേച്ചർ കൂടുന്നു എന്നുള്ളതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അപ്പം സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ ബോയിലിംഗ് ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതെന്താ, അതൊരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. എന്ത് ബോയിലിംഗ് പോയിന്റ് അല്ല കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി, എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ആണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഇനിയും ഇവിടെ നേരത്തെ നമ്മൾ സൊല്യൂട്ടിന്റെ മോൾ ഫ്രാക്ഷനെയാണ് അതിന്റെ കോൺസെൻട്രേഷൻ ടേം ആയിട്ട് എടുത്തത്. മോൾ ഫ്രാക്ഷൻ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അവിടെ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഉണ്ടാകുന്ന കണ്ടുപിടിച്ചെങ്കിൽ ഇവിടെയും ഏതെങ്കിലും ഒരു കോൺസെൻട്രേഷൻ ടേം വെച്ചിട്ടാണ് നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ആദ്യം എഴുതേണ്ടത് ഒരു ഡോട്ട് ഇട്ട് എഴുതുക, the temperature at which the temperature at which the vapor pressure of a solution vapor pressure of a solution becomes equal to the atmospheric pressure is called boiling point. ഇനി ഇവിടത്തെ എന്താണ്, നമുക്ക് ഒരു ഗ്രാഫ് വരയ്ക്കാം. ഗ്രാഫിന്റെ സഹായത്തോടു കൂടി മാത്രമേ ബാക്കി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. എല്ലാവരും ശ്രദ്ധിക്കുക, വരയ്ക്കുന്നതിലുപരിയായിട്ട് ഇതൊന്ന് ശ്രദ്ധിക്കുക. വരയ്ക്കാനുള്ള സമയം ഞാൻ തരാം. ഓക്കെ, ഞാൻ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണ്. അതിന്റെ എക്സ് ആക്സിസിൽ ഞാൻ ടെമ്പറേച്ചർ കൊടുക്കുന്നു, വൈ ആക്സിസിൽ ഞാൻ വേപ്പർ പ്രഷർ കൊടുക്കുന്നു. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനിയും ഞാൻ ഒരു പ്യുവർ സോൾവെന്റ് എടുക്കുകയാണ്, അതായത് വാട്ടറിന് റൂം ടെമ്പറേച്ചർ അതായത് 25 ഡിഗ്രി സെൽഷ്യസിൽ ഉറപ്പായിട്ടും നമുക്കറിയാം. വാട്ടർ ഇപ്പൊ നമ്മൾ ചുമ്മാ കൊണ്ട് എന്താ ഇപ്പൊ നമ്മളൊരു ഗ്ലാസ്സിനകത്ത് വാട്ടർ ചുമ്മാ എടുത്തിട്ട് എന്താണ് വെയിലത്ത് വെക്കുവാണെങ്കിൽ, വെയിലത്താണെങ്കിലും അല്ലെങ്കിൽ നോർമലി നമ്മുടെ വീടിനകത്ത് ടേബിളിന് മണ്ടയ്ക്ക് വെക്കുവാണെങ്കിലും അതെന്തുണ്ടാവും, ഇത് കഴിഞ്ഞിട്ട് 10:15 കഴിഞ്ഞു. അപ്പം നോക്കിക്കോളൂ, നമ്മളിപ്പം വെള്ളം ഇപ്പം നമ്മുടെ റൂമിലെ ഏതെങ്കിലും ഒരു ടേബിളിന്റെ മണ്ടയ്ക്ക് ചുമ്മാ ഒരു 1/2 ഗ്ലാസ് വെള്ളം എടുത്ത് വെക്കുവാണെങ്കിൽ വൈകിട്ട് നിങ്ങൾ ഇന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വലിയ ടെമ്പറേച്ചർ ഒന്നും അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഒന്നും ഇല്ലെങ്കിൽ തന്നെ കുറച്ച് വെള്ളം അതിനകത്തൊന്ന് ആവിയായി പോകും. നമുക്കത് അളന്ന് കൃത്യം നോക്കുവാണെങ്കിൽ അത് മനസ്സിലാവും, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല, എന്നാലും ആവിയാവും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് റൂം ടെമ്പറേച്ചറിലും അവിടെ ഒരു വേപ്പർ പ്രഷർ ഉണ്ടാവുന്നുണ്ട് അല്ലേ. അപ്പൊ ഞാൻ റൂം ടെമ്പറേച്ചറിന്റെ വേപ്പർ പ്രഷറിനെ ഞാൻ ഈ ഇവിടെ അങ്ങ് മാർക്ക് ചെയ്തു. ഇതാണ് റൂം ടെമ്പറേച്ചറിലുള്ള വേപ്പർ പ്രഷർ. ആ സമയത്തെ ടെമ്പറേച്ചർ ആണ് റൂം ടെമ്പറേച്ചർ നമ്മൾ എടുത്തത്, അത് ഇതാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ അത് രണ്ട് കട്ട് ഓഫ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി വരച്ചാണ്. ഞാൻ ആ ഡോട്ട് മാത്രമേ തൽക്കാലം ഇടുന്നുള്ളൂ. അപ്പൊ ആ ഡോട്ട് മാത്രം ഞാൻ ഇടുകയാണ്, നോക്കിക്കോളൂ, ഡോട്ട് മാത്രം തൽക്കാലം ഇടുകയാണ്. ഇതാണ് റൂം ടെമ്പറേച്ചറിൽ ഉള്ള വേപ്പർ പ്രഷറിന്റെ അളവ്. ഇതാണ് ആ സമയത്ത് റൂം ടെമ്പറേച്ചർ ഇതാണ് അല്ലേ. ആ സമയത്ത് വേപ്പറൈസ് ആവുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇവിടെ വേറൊരു അളവും കൂടെ കൊടുക്കുകയാണ്. ഇത് 1 atm
ബാർ ആണ്. അതായത് 1 ATM എന്ന് പറയുന്ന ആ ഒരു അളവ് കോലാണിത്. ഇവിടെയാണ് 1 ATM അളവ് കോലാണ്. അതായത് വേപ്പർ പ്രഷറിന്റെ ആ ഭാഗത്തുള്ള അളവാണ് 1 എന്ന് പറയുന്നത്. 1 ഈ ഭാഗത്തുള്ള അളവാണ് 1. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നറിയോ, ഞാൻ പതുക്കെ റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ആ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ ഞാൻ അടുപ്പേ വെച്ച് അവനെ ഒന്ന് ചൂടാക്കുകയാണ്. അപ്പൊ അടുപ്പേ വെച്ചോണ്ടിരിക്കുകയാണ്. അടുപ്പേ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പോവാ, അവനെ ഞാനൊന്ന് ചൂടാക്കുന്ന സമയത്ത് ഒബ്വിയസ്ലി നമുക്ക് എന്തുണ്ടാവും, അതിന് കൂടുതൽ വേപ്പേഴ്സ് വരാൻ തുടങ്ങും. അതിനർത്ഥം അതിന്റെ വേപ്പർ പ്രഷർ നന്നായിട്ട് കൂടുന്നുണ്ടാവും. ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിന്റെ വേപ്പർ പ്രഷർ കൂടുന്നുണ്ടാവും. കൂടി 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 അതിന്റെ വേപ്പർ പ്രഷർ 1 ATM ഈക്വൽ ആകുമ്പോൾ ആ വെള്ളം തിളയ്ക്കാൻ തുടങ്ങും. അപ്പം ആ സമയത്തുള്ള ടെമ്പറേച്ചറിനെ നിങ്ങൾ ഇങ്ങനെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ, ഇതായിരിക്കും ആ സമയത്തുള്ള ടെമ്പറേച്ചർ. വേപ്പർ പ്രഷർ 1 ATM ഈക്വൽ ആകുമ്പോഴുള്ള കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ ഇതാണ്. അതിന് പ്യുവർ സ്റ്റേറ്റ് വെള്ളം പ്യുവർ, നമ്മളിപ്പോൾ പ്യുവർ സോൾവെന്റ് എടുക്കുന്നത്, പ്യുവർ സ്റ്റേറ്റ് വെള്ളം പ്യുവർ, അതിനകത്ത് ഉപ്പോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല. അപ്പൊ ആ സമയത്തുള്ള ടെമ്പറേച്ചറിനെ പ്യുവർ ടെമ്പറേച്ചർ ആയതുകൊണ്ട് അതിനെ ഞാൻ T0B എന്ന് വിളിച്ചു. നമ്മൾ P0 എന്ന് വിളിച്ച പോലെ തന്നെ പ്യുവർ സ്റ്റേറ്റിലുള്ള ടെമ്പറേച്ചറിനെ അല്ലെങ്കിൽ ബോയിലിംഗ് ടെമ്പറേച്ചറിനെ നമ്മൾ T0B എന്ന് വിളിക്കും. ക്ലിയർ ആണല്ലോ. ഇനി എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ, ഞാൻ വീണ്ടും ആ വെള്ളം നോർമൽ റൂം, അതിനെ അടുപ്പേന്ന് വാങ്ങി വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ആ റൂം ടെമ്പറേച്ചറിലേക്ക് വീണ്ടും അതിനെ കൊണ്ടുവന്നു. ഓക്കെ, തണുപ്പിച്ചു, ആ റൂം ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് അറിയാമോ, അതായത് ഇപ്പം നോർമലി റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുമ്പോൾ അതിന്റെ പ്രഷർ 1 ATM ആണ്. നമുക്ക് വേണമെങ്കിൽ ഒരു 0.2 ATM എന്നങ്ങ് വിചാരിച്ചു. ഓക്കെ, വേപ്പർ പ്രഷർ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞ കേട്ടോ, അങ്ങനെ അളവൊന്നും കൃത്യമായിട്ട് ഞാൻ പറയുന്നില്ല. ജസ്റ്റ് ഒരു റാൻഡം ആയിട്ടുള്ള ഒരു അളവ് ഞാൻ എടുക്കുകയാണ്. റൂം ടെമ്പറേച്ചറിൽ അതിന്റെ പ്രഷർ എന്താ 0.2 ATM ആണെന്ന് വിചാരിക്കും. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാന്നറിയോ, റൂം ടെമ്പറേച്ചറിലാണ് ഇപ്പൊ അതിരിക്കുന്നത്. ഞാൻ അതിനകത്ത് കുറച്ച് ഉപ്പിട്ടപ്പം ഉപ്പിട്ടിട്ട് ഞാൻ അതിന്റെ വേപ്പർ പ്രഷർ ഒന്ന് അളന്ന് നോക്കിയപ്പോഴത്തേക്കും അത് 0.2 കാണിക്കുന്നില്ല, പകരം 0.1 ആണ് കാണിക്കുന്നതെന്ന് വിചാരിച്ചു. അപ്പൊ അതിന്റെ വേപ്പർ പ്രഷർ തന്നെ ഇവിടെയാണ്. ഓക്കെ, അതായത് റൂം ടെമ്പറേച്ചറിൽ ഉപ്പ് വെള്ളത്തിന്റെ വേപ്പർ പ്രഷർ കുറവാണ്. അപ്പൊ സൊല്യൂട്ട് ഇട്ടപ്പോൾ അവിടെ വേപ്പർ പ്രഷർ കുറയുമെന്ന് നമ്മൾ, അതുകൊണ്ടാണ് അതിനെ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് കഴിഞ്ഞ ഇതിനകത്ത് പഠിച്ചത്. അപ്പൊ ഉപ്പിട്ട സമയത്ത് അതിന്റെ വേപ്പർ പ്രഷർ കുറഞ്ഞു. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാന്നറിയാമോ, ഇതിന്റെ ടെമ്പറേച്ചർ ആ ഉപ്പ് വെള്ളത്തിനെ ഞാൻ അടുപ്പേ വെച്ച് ചൂടാക്കാൻ പോകും. അങ്ങനെ ഉപ്പ് വെള്ളത്തിനെ ഞാൻ അടുപ്പേ വെച്ച് ചൂടാക്കുന്നതിനനുസരിച്ച് അതിന്റെ വേപ്പർ പ്രഷർ കൂടി എപ്പോഴാണോ അതിന്റെ വേപ്പർ പ്രഷർ 0.1 നിന്ന് 1 ATM ആകുന്നത് അപ്പോഴത് തിളയ്ക്കും, ഉപ്പുവെള്ളം തിളയ്ക്കും. ആ ഉപ്പുവെള്ളം തിളയ്ക്കുന്ന ആ ടെമ്പറേച്ചറിനെ ആണ് ഞാൻ TB എന്ന് കൊടുക്കുന്നത്. ഓക്കെ ആണല്ലോ. ഉദാഹരണം പറയാം, ഈ T0B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ സോൾവെന്റ് നമ്മൾ വാട്ടർ ആയിട്ട് എടുത്തത് 100ഉം ഇപ്പോഴത്തെ, അതായത് ഉപ്പുവെള്ളം ഇട്ട് അത് തിളച്ച ടെമ്പറേച്ചർ ഒരു 110ഉം ഞാൻ ചുമ്മാ എടുക്കുകയാണ്, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഒരു അളവായിട്ട് എടുക്കുകയാണ്. ഗ്രാഫ് ഒന്നും വരയ്ക്കുമ്പോൾ ഈ അളവൊന്നും കൊടുക്കില്ല കേട്ടോ. 1 ATM മാത്രമേ കൊടുക്കാവൂ, ബാക്കിയുള്ള എല്ലാം വേരിയബിൾസ് മാത്രമേ കൊടുക്കാവൂ കേട്ടോ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞതാണ്, നിങ്ങൾ പരീക്ഷയ്ക്ക് വരയ്ക്കുന്ന സമയത്ത്. അപ്പം ഇത് ഇവിടെ പ്യുവർ സോൾവെന്റ് എന്ന് കൊടുക്കുക, ഇവിടെ പ്യുവർ സോൾവെന്റ് എന്ന് കൊടുക്കുക, ഇത് സൊല്യൂഷൻ എന്ന് കൊടുക്കുക. ഓക്കെ ആണല്ലോ. ഇനി ഇവര് തമ്മിലുള്ള വ്യത്യാസം എത്രയാ, അതായത് T0B എന്ന് പറഞ്ഞാൽ എന്താ, ബോയിലിംഗ് ടെമ്പറേച്ചർ ഓഫ് പ്യുവർ സോൾവെന്റ്. T0B എന്ന് പറഞ്ഞാൽ എന്താ, T0B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോയിലിംഗ് ടെമ്പറേച്ചർ ഓഫ് പ്യുവർ സോൾവെന്റ് ആണ്. ഇവിടെ നമ്മുടെ പച്ചവെള്ളം സോൾവെന്റ് ആണ്. ഇനിയും TB എന്ന് പറഞ്ഞാൽ എന്താ, T0B അല്ല, TB വെറും TB, ഇത് സ്മോൾ ലെറ്റർ B ആണ്, ക്യാപിറ്റൽ എഴുതിയത് TB. അതേപോലെ TB എന്ന് പറഞ്ഞാൽ എന്താ, വെറും TB, T0B അല്ല, വെറും TB എന്ന് പറഞ്ഞാൽ എന്താ, ആ മിക്സ് സൊല്യൂഷന്റെ ആണ് അല്ലെ. അപ്പം സൊല്യൂഷന്റെ ടെമ്പറേച്ചറിനെ TB എന്ന് എടുക്കാം. TB എന്ന് പറഞ്ഞാൽ എന്താ, ബോയിലിംഗ് ടെമ്പറേച്ചർ ഓഫ് സൊല്യൂഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എങ്ങനെ കണ്ടുപിടിക്കും, ഏതാണ് വലുത്, അതായത് സോൾട്ട് സൊല്യൂഷന്റെ ആണ് വലുത് അല്ലേ. അപ്പം ചേഞ്ച് ഇൻ ടെമ്പറേച്ചറിനെ നമുക്ക് ഡെൽറ്റ TB എന്ന് വിളിക്കാം. ഡെൽറ്റ TB ഈസിക്കൽ എന്താണെന്ന് അറിയാമോ, ഇവിടെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ കൂടുതൽ TB ആണ്, TB മൈനസ് T0B എന്ന് എടുക്കേണ്ടി വരും. ഓക്കെ ആണല്ലോ. കാരണം 100 110 മൈനസ് 100 ചെയ്യുമ്പോഴാണല്ലോ ചേഞ്ച് കിട്ടുന്നത്. അത് കൂടി, ഈ ചേഞ്ച് എന്ന് പറയുമ്പോൾ എന്താ ചെയ്തത്, അത് 100ൽ നിന്ന് 110ലേക്ക് കൂടുക ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഡെൽറ്റ TB ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, therefore delta TB is known as elevation in boiling point.
10°C കൂടി. ആ 10°C എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് എന്തൊഴിച്ചപ്പോഴാണ് സംഭവിച്ചത്? സൊല്യൂട്ട് ഇട്ടപ്പോഴാണ് സംഭവിച്ചത് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ആ സൊല്യൂട്ടിന്റെ മാസിനെയും മോളാർ മാസിനെയും അല്ലെങ്കിൽ അതിന്റെ കോൺസെൻട്രേഷനെയും ഒക്കെ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ. ആര്? ഈ ഡെൽറ്റ ടി ബി ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അത് പ്രൂവ് ചെയ്ത് കാണിക്കണം, എന്നാലേ അത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അങ്ങനെ പ്രൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഡെൽറ്റ ടി ബി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൊളാലിറ്റി എന്ന് എടുക്കാൻ പോകും. സ്മോൾ എം, മൊളാലിറ്റി. കാരണം നമ്മൾ ഇവിടെ ഈ ബോയിലിംഗ് ടെമ്പറേച്ചർ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ എലിവേഷൻ ബോയിലിംഗ് പോയിന്റ് പറയുന്ന സമയത്ത് കോൺസെൻട്രേഷനെ നമ്മൾ മൊളാലിറ്റിയുടെ ടേമിലാണ് എടുക്കുന്നത്. നേരത്തെ ലോവറിംഗ് ഓഫ് പേപ്പർ പ്രഷർ പറഞ്ഞപ്പം കോൺസെൻട്രേഷനെ നമ്മൾ മോൾ ഫ്രാക്ഷന്റെ ടേമിലാണ് പറഞ്ഞത്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡെൽറ്റ ടി ബി ഈസ് ഈക്വൽ ടു, നമുക്കറിയാം പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാറ്റണമെങ്കിൽ നമ്മൾ ഒരു കോൺസ്റ്റന്റ് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതിനെ നമ്മൾ കെ സഫിക്സ് ബി, കെ ബി എന്ന് എടുത്തു, കെ ബി ഇൻറ്റു എം എന്നാക്കി. where KB is known as മോളാൽ എലവേഷൻ കോൺസ്റ്റന്റ് അഥവാ ബോയിലിംഗ് പോയിന്റ് എലവേഷൻ കോൺസ്റ്റന്റ്. മോളാൽ എലവേഷൻ കോൺസ്റ്റന്റ് അഥവാ ബോയിലിംഗ് പോയിന്റ് or ബോയിലിംഗ് പോയിന്റ് എലവേഷൻ കോൺസ്റ്റന്റ്. ഇതിന് ഡെഫിനിഷൻ ഉണ്ട്. ഡെഫിനിഷൻ ഒക്കെ ഇപ്പോഴും ചോദിക്കാറുണ്ട്, അത് ഞാൻ തരാം, ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് തരാം. എലവേഷൻ കോൺസ്റ്റന്റ്. ഓക്കെ, ഇനി ഇതിന്റെ നമുക്ക് മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്, എത്ര മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോഴാണ് ഈ വ്യത്യാസം ഉണ്ടാകുന്നതെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യണം, നേരത്തെ പോലെ തന്നെ. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യാന്നറിയോ? നമുക്കറിയാം മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മൊളാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം number of moles of solute present in 1 kilogram of solvent ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ small m is equal to NB divided by WA, കിലോഗ്രാമിലായതുകൊണ്ട് ഡിവൈഡ് ബൈ 1000 എന്നും കൂടെ എഴുതണം. ഓക്കെ, ഇനിയും NB യുടെയും വാല്യൂ നമുക്ക് കൊടുക്കണം. NB അറിയാം നമുക്ക് എന്താ? NB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ given mass WdV divided by molar mass MB എന്നറിയാം. ഇത് നേരെ ഇവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താവും? മൊളാലിറ്റി എന്ന് പറയുമ്പോൾ WB divided by MB whole divided by WA divided by 1000. എപ്പോഴും ആലോചിച്ചോണം, സോൾവെന്റ് കിലോഗ്രാമിലാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ ഈ 1000 ഇടേണ്ട ആവശ്യമില്ല. സോൾവെന്റ് ഗ്രാമിലൊക്കെ തന്നാൽ മാത്രമാണ് നമ്മൾ ഇവിടെ 1000 ഇട്ട് കൊടുക്കേണ്ടത്. ഓക്കെ ആണല്ലോ. ഗ്രാമിലായിരിക്കും തരുന്നത്, ചിലപ്പോൾ തെറ്റിക്കാൻ വേണ്ടി ചോദിക്കും. ഇങ്ങനെ അങ്ങനെങ്കിൽ നമുക്ക് മൊളാലിറ്റിയെ നമുക്ക് എന്താന്ന് എഴുതാം? WB divided by MB into 1000 divided by എന്താ? WA എന്ന് എഴുതാം. നേരത്തെ നമ്മൾ അവിടെ ചെയ്ത എന്തായിരുന്നു? അവിടെ WB നമുക്ക് അവിടെ ചെയ്തത് P0 മൈനസ് PA ഡിവൈഡ് ബൈ P0 ഈസ് ഈക്വൽ ടു W ബൈ MB ഇൻറ്റു എന്താണ് MA ഡിവൈഡ് ബൈ WA ആണ്. ഇവിടെ MAക്ക് പകരം 1000 വന്നേ ഉള്ളൂ. അങ്ങനെ നമുക്കത് റിലേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും എന്നുള്ളതുകൊണ്ടാണ് ആ ഫൈനൽ ഇക്വേഷന്റെ മുകളിലുള്ള ഇക്വേഷൻ പഠിക്കാൻ വേണ്ടി പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്ക് മൊളാലിറ്റി കിട്ടി. ഒരു സെക്കൻഡ് നമ്മളെ ഓക്കെ, അപ്പൊ ഈ മൊളാലിറ്റിയുടെ വാല്യൂനെ നമ്മൾ എവിടെ കൊണ്ട് കൊടുക്കുക? നമ്മുടെ ഈ ഇക്വേഷനകത്ത്